ഹായ് ഓൾ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷവും ഒരുപാട് അച്ചീവ്മെൻറ്റ്സും നിങ്ങളുടെ ലൈഫിലോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് പേരെങ്കിലും ഇത്തവണയും റെസൊല്യൂഷനും വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷൻ ബോർഡും റെസൊല്യൂഷനും എത്ര പേർക്ക് 12 മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം എത്ര പേർക്കത് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പില്ല. നമ്മൾ പലരും ഒരു പോയിന്റിൽ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യും. ഒരു പോയിന്റ് എന്നല്ല, ചിലപ്പോൾ നമ്മൾ ജാനുവരി ഫസ്റ്റ് വീക്ക് തന്നെ നമ്മളുടെ ഒരു 3-4 റെസൊല്യൂഷനെങ്കിലും നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ട്, അങ്ങനെയല്ല, എന്നാലും ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റെസൊല്യൂഷനും നമ്മൾ കണ്ടിട്ടുള്ള വിഷൻ ബോർഡൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനും അതൊക്കെ നമുക്ക് മുറുകെ പിടിച്ചിട്ട് 12 മാസവും ഒരു വർഷം നമ്മുടെ കൂടെ വേണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നാലും ഈ വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഇയറിന് മുന്നേ ചെയ്യണമായിരുന്നു, പക്ഷെ കുറച്ച് വൈകിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ആദ്യത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഒരു ദിവസത്തിൻ്റെ തുടക്കമായാലും ഒരു വർഷത്തിൻ്റെ തുടക്കമാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വർഷത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതേപോലെ അതിപ്പോൾ നമ്മുടെ റിലേഷൻ ആവും, അല്ലെങ്കിൽ നമ്മുടെ ജോബാവും, അങ്ങനെ പല കാര്യങ്ങളും, അതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതേപോലെ ഈ ഒരു ഇയറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്തോട്ട് വരും. അതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം എന്നുകൂടെ നമ്മൾ മനസ്സിൽ കരുതണം കേട്ടോ. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ. അതായത് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് അതായിരിക്കണം. പക്ഷേ അത് പോസിബിൾ അല്ല. എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ ലൈഫിൽ നടക്കണം എന്നൊന്നുമില്ല. എന്നാലും ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള നല്ലതൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളാൽ അത് ഒരു പ്രശ്നം കൊണ്ട് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം നിങ്ങൾ റെസൊല്യൂഷൻ അല്ലെങ്കിൽ വിഷൻ ബോർഡ് നെക്സ്റ്റ് ഇയറിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മൾ ഈ റെസൊല്യൂഷൻ ജനുവരിയിൽ ഫോളോ ചെയ്യേണ്ട റെസൊല്യൂഷൻ ഡിസംബർ മാസത്തിൽ തന്നെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ വെച്ചു എന്ന് വിചാരിക്കും. നമ്മൾ ഭയങ്കര ബഡ്ജറ്റിലുള്ള ഒരു കാറ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് ഒരു ഡിസംബറിലൊക്കെ നമ്മുടെ ജോബ് എന്താണ്, അതിൻ്റെ ഒരു പെർഫോമൻസ് എന്താണ്, നമുക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുമോ, അല്ലെങ്കിൽ നമുക്കൊരു ലോണൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ആ ഒരു ടൈമിലുള്ളിൽ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇല്ല എനിക്കത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് തന്നെ എന്നല്ല, എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് പോസിബിൾ അല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, അപ്പോൾ ഞാനത് കുറച്ചുകൂടെ കുറയ്ക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ നമുക്ക് അങ്ങനത്തെ പല കാര്യങ്ങളും, ഇപ്പോൾ ഈ കാറിൻ്റെ കാര്യമാണെങ്കിലും എനിക്കത് പറ്റില്ല. അങ്ങനെ നമുക്ക് പറ്റാത്ത ഒരുപാട് റെസൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് മാറ്റിയിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഒരു ജാനുവരി ഫസ്റ്റ് ആകുമ്പോൾ നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമായിട്ട് വരും. ഈ ഒരു ഡിസംബർ 31 ദിവസവും നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ ജനുവരി ആകുമ്പോഴേക്കും നമുക്ക് നല്ല പോലെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ജനുവരി ഒക്കെ സമയത്ത് നമുക്ക് ആദ്യമായിട്ടൊരു കാര്യം, നാളെ മുതൽ ഞാൻ നല്ലൊരാളാവും എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പണിയാണ്, എല്ലാവർക്കും പണിയാണ്. നമ്മുടെ ഒരു ശീലമൊക്കെ നമുക്ക് മാറ്റാം. നമ്മുടെ എല്ലാ ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ലൊരാളാവുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ എല്ലാ റെസൊല്യൂഷനും അല്ലെങ്കിലും നമുക്ക് നമ്മളെടുത്ത ഒരു 10 റെസൊല്യൂഷനിൽ 5 റെസൊല്യൂഷനെങ്കിലും നമുക്ക് ജനുവരി ആകുമ്പോഴേക്കും നമ്മുടെ കൂടെ ആ ഒരു എന്താ പറയുക ഓളത്തിൻ്റെ കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ഡിസംബറിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമലൈസ് ചെയ്യാൻ പറ്റും. മിനിമലൈസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ടിൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കാണ്ട് നമ്മൾ വലിയ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെയാണ് നമ്മൾ എടുക്കാമെന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, നമ്മളെ റെസൊല്യൂഷനിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതെനിക്ക് പറ്റില്ല, അതവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയല്ല,
അതല്ലെങ്കിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അതിനേക്കാളും മിനിമലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വർക്കൗട്ട് നിങ്ങൾ കൊണ്ടുവരാം. അല്ലാതെ ഒറ്റയടിക്ക് ഇത് പറ്റത്തില്ല, ഈ റെസൊല്യൂഷൻ ഇത് കട്ട് ചെയ്യും, ഇത് എൻ്റെ ഹെൽത്തിന് പറ്റത്തില്ല, അങ്ങനെയല്ല. നമ്മൾ ഓൾറെഡി അത് എടുത്തു, പക്ഷെ നമ്മുടെ ഹെൽത്തിന് എന്തോ പറ്റണില്ല. അപ്പം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമൽ ആയിട്ടുള്ള ഒരു വർക്കൗട്ട്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന റെസൊല്യൂഷൻസിനെ ഒന്ന് മിനിമലൈസ് ചെയ്യുക. എല്ലാ റെസൊല്യൂഷനല്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റെസൊല്യൂഷനെ മിനിമലൈസ് ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഹെവി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് മിനിമലൈസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അതിപ്പോൾ ഈ ഡിസംബർ തന്നെ തുടങ്ങണമെന്നില്ല. ഇപ്പം നിങ്ങൾ ജനുവരിയിൽ വർക്കൗട്ട് എഴുതി, ഈ ജനുവരിയിൽ നിങ്ങൾ പോകുമ്പോഴേക്കും ഒട്ടും പറ്റണില്ല എന്ന് വിചാരിക്കുക, അപ്പം തന്നെ അതങ്ങോട്ട് കളയുകയല്ല വേണ്ടത്. ശരി, ജനുവരിയിൽ നോക്കിയപ്പോൾ എനിക്കത് പറ്റണില്ല, എന്നാൽ ഫെബ്രുവരി മുതൽ കുറച്ചും കൂടെ കുറഞ്ഞിട്ടുള്ള വർക്കൗട്ട് ചെയ്യാം. അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെയല്ല. നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര വലിയ കാറൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ആദ്യത്തെ ജനുവരി മാസം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ വർഷം മീൻസ് ഈ മാസം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇനി വെറും 11 മാസമുണ്ട്, എനിക്കിതൊന്നൊന്നുമില്ല കാറ് വാങ്ങാൻ പറ്റുമെന്നൊന്നും. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി. അങ്ങനെയല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ഓപ്ഷൻ പ്ലാൻ ബി നമ്മൾ ആലോചിക്കാം. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ കാറിനെ നമ്മുടെ പറ്റുന്ന ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാം. അല്ലാതെ ഒറ്റയടിക്ക് റെസൊല്യൂഷൻ ഇട്ട് പോവുകയല്ല വേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ റെസൊല്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്ന റെസൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഔട്ട് അല്ല, നെക്സ്റ്റ് ഇയറിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും നമുക്കതൊരു ആഗ്രഹമാണ്, പക്ഷേ ഈ വർഷം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് അടുത്ത വർഷം നമുക്കത് അച്ചീവ് ചെയ്യാമെന്ന് വിചാരിക്കാം. അതൊരു കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെടുത്തോട്ടെ, റെസൊല്യൂഷൻ ആയിക്കോട്ടെ, വിഷൻ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയുക, ഇത് വേണം. അതായത് ഇപ്പം നമ്മുടെ സറൗണ്ടിങ്ങും നമുക്കതിന് നമ്മുടെ ചുറ്റുപാടുകളും നമുക്ക് അതിനടങ്ങുന്നതായിരിക്കണം. ഇപ്പം ഒരു കേസിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ട്, ഇപ്പം ഞാനൊരു വർക്കൗട്ടിന് ഒരു ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചു, ഞാൻ പ്ലാൻ ചെയ്തു ഡിസംബറിൽ. എനിക്കത് പോസിബിൾ അല്ല. കാരണം എന്താ അറിയോ, എനിക്ക് കുഞ്ഞുണ്ട്, 9 to 6:30 വരെ ഒരു ജോബ് ഉണ്ട്, വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് നോക്കണം, ഇവിടെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് വേറെ ആരുമില്ല, മോൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. നമ്മൾ 3 പേരുമാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ അതേപോലെ എനിക്ക് പോകാൻ പറ്റും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 5 to 6 ആ ഒരു ടൈമിനുള്ളിലുള്ള ജിമ്മ്, എനിക്കറിയില്ല, ഞാൻ ഇന്നേ വരെ ജിമ്മിൽ പോയിട്ടില്ല, അപ്പോൾ ഞാൻ പറയണം, ആ ഒരു ടൈമിലുണ്ടെങ്കിൽ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. എനിക്ക് പൊതുവേ തണുപ്പിൻ്റെ മീൻസ് തണുപ്പുണ്ടാകുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്, ജലദോഷം, ശ്വാസമുട്ട, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം ഞാൻ വലിയ ആളെ പോലെ ആ റെസൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അത് പോസിബിൾ അല്ല. ചിലപ്പോൾ എൻ്റെ ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് എനിക്ക് രാവിലെ പോകാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നാലും എൻ്റെ ഹെൽത്ത് അതുമായിട്ട് ഒട്ടും ഓക്കെ ആയിരിക്കില്ല. ആ ഒരു രാവിലെ പൊതുവേ ജിമ്മിൽ പോയാൽ നമുക്ക് കുറേ പണികൾ കിട്ടും. ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് പെയിനൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു മഞ്ഞത്ത് ഞാൻ പോവുകയാണെങ്കിൽ 4 ദിവസം ഞാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ബാക്കിയുള്ള പണികൾ കൂടെ അവിടെ സ്റ്റെക്കാവും. അപ്പോൾ ഇപ്പം ഞാൻ ജിമ്മ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ റെസൊല്യൂഷനിൽ ജിമ്മ് എന്ന് പറയുന്ന വർക്കൗട്ട് എന്ന് പറയുന്ന കാര്യം അവിടെ നിന്ന് കട്ട് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, എൻ്റെ എൻ്റെയർ ആയിട്ടുള്ള ആ ഒരു ടൈം ടേബിളും തെറ്റും. എനിക്ക് സുഖമില്ലാതായാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ എടുക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സും അതിന് ആപ്റ്റായിട്ട് വരണം. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ വെറുതെ പോയി വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. അതേപോലെ എല്ലാ കാര്യം, അതേപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഞാനിപ്പോൾ ഒരു ആൾ ഇപ്പോൾ ജോലിക്ക് പോവുകയാണെന്ന് വിചാരിക്കും. ജോലിക്ക് പോകാമെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടണം. അതായത് നീ ജോലിക്ക് പോയിക്കോ, കുട്ടിയുള്ള ഒരു അമ്മയാണ് പോകണമെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടണം. നീ പോയിക്കോളൂ, കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം, അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു വിഷയം നമ്മൾ കൊണ്ടുവന്നിട്ടോ കാര്യമില്ല. അല്ലാണ്ട് വെറുതെ എനിക്ക് ജോബ് കിട്ടണം എന്ന് പറഞ്ഞ് കിട്ടിയാലും നമുക്കത് പോകാൻ പറ്റണമെന്നില്ല. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ കൂടെ നമുക്ക് ആ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, റിയാലിറ്റീൻ്റെ കാര്യം. എപ്പോഴും നമ്മൾ റിയാലിറ്റീനെ ബേസ് ചെയ്തിട്ട് വേണം റെസൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. വെറുതെ കുറേ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ചിലപ്പോൾ എനിക്കൊരു കാറ് വാങ്ങണം, എനിക്കൊരു വീട് കെട്ടണം നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും, നമുക്ക് തന്നെ അറിയാം ഇതൊന്നും നടക്കില്ല, ഒരു രസത്തിന് എഴുതാം, അതിനെ കൊണ്ടൊരു കാര്യമില്ല.
ഇപ്പം നിങ്ങൾക്ക് എഴുതാം ഒരു 2 ഇയർ ഒക്കെ ആകുമ്പോഴേക്കും എനിക്കൊരു വീട് കെട്ടണം എന്നുണ്ട്. അപ്പം നമുക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ്, അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അല്ലാതെ വെറുതെ കുറേ കുത്തി വരച്ച് കഴിഞ്ഞാലും അതൊന്നും നമുക്ക് ആ ഒരു റെസൊല്യൂഷനൊന്നും നമുക്ക് 1 മാസം കൊണ്ട് തന്നെ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് വിഷനാണെങ്കിലും, എന്ത് വിഷനിലേക്ക് പറയാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങണം എന്ന് തന്നെ വിചാരിക്കുക. അപ്പം നമ്മൾ ആ കാറ് വാങ്ങണമെന്ന് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. കാറ് വാങ്ങണമെങ്കിൽ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ബഡ്ജറ്റ് ഇല്ലാത്ത ഒരാൾ പോയിട്ട് കാറ് വാങ്ങണമെന്ന് എഴുതി കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മന്തായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ജനുവരിയിൽ ഞാൻ കാറിന് വേണ്ടിയിട്ടുള്ള ഒരു ലോൺ അപ്ലൈ ചെയ്യും. ഇപ്പോൾ ലോൺ വഴിയാണെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ഓക്കെ ഫെബ്രുവരി മന്ത് ആകുമ്പോഴേക്കും എനിക്ക് സാലറി ഹൈക്ക് കിട്ടും. അപ്പോഴെനിക്ക് കുറച്ചും കൂടി ഡബിൾ സാലറി ഉണ്ടാവും. അപ്പോൾ എനിക്ക് എന്താ പറ്റും, കാറ് വാങ്ങാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പുതിയൊരു ജോബ് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ 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 പല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ സംഭവം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ എഴുതണം. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. അല്ലാതെ പെട്ടെന്ന് കാറെന്ന് പറയുമ്പോൾ നമുക്ക് ജാനുവരി കഴിയുമ്പോഴേക്കും നമ്മൾ ചോദിക്കും എങ്ങനെ കാറ് വാങ്ങാനാ, കാറെന്ന് ഞാൻ എങ്ങനെ ചെയ്യാനാ. പക്ഷേ നമ്മൾ ഈ വിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ജനുവരിയിൽ ഞാൻ ആ കാറ് ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു നവംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ആ കാർ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ ജനുവരിയിൽ ഇന്നത് ചെയ്യണം, ഫെബ്രുവരിയിൽ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഇന്നത് കൊടുക്കണം, എന്നാൽ മാത്രമേ എനിക്കത് സക്സസ് ആവുമെന്ന് ഞാൻ എഴുതണം. അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ അല്ലെങ്കിൽ ഞാൻ വേറെ തന്നെ ഒരു സെപ്പറേറ്റ് പ്ലാനർ ഉണ്ടാക്കണം. അല്ലാതെയും നേരെ പോയി ഡിസംബറിൽ കാറെന്ന് പറയുമ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ കാർ എഴുതിക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചിലപ്പോൾ നടക്കുമായിരിക്കും, എന്നാലും അത്ര പോസിബിൾ അല്ല. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നമ്മൾ എടുത്ത റെസൊല്യൂഷനെ പെട്ടെന്ന് തള്ളിക്കളയാതെ മാക്സിമം നിങ്ങൾ പറ്റണില്ല എന്ന് കണ്ടാൽ ജനുവരിയോടുകൂടി നിങ്ങൾക്കത് പറ്റണില്ല, അല്ലെങ്കിൽ ഒരു വീക്കിനുള്ളിൽ നിങ്ങൾക്കത് പറ്റണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മിനിമലൈസ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും കുറേ റെസൊല്യൂഷൻ എടുത്തല്ലോ, റിയാലിറ്റി ഒന്നും ചെക്ക് ചെയ്യാണ്ട് എടുത്ത ആൾക്കാരുണ്ടാവും, ചില ആൾക്കാരെല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ പറ്റുന്ന രീതിയിൽ മിനിമലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഇയറിൽ നടക്കത്തില്ല എന്നിപ്പോൾ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അടുത്ത ഇയറിലെ വിഷനിലേക്ക് അത് മാറ്റാം. എന്നിട്ട് ആ ഒരു വിഷൻ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക അടിത്തറ, നമ്മുടെ ആ ഒരു ബേസ്മെൻറ്റ് ഇപ്പം തന്നെ ഉണ്ടാക്കുക. അതായത് നമുക്ക് ജോലി, ഇപ്പം ഞാൻ കാറെന്ന് പറയുന്നത് പെട്ടെന്ന് ക്ലിയർ ആവാനാണ്. ഇപ്പോൾ കാറ് വേണ്ട ആളാണെങ്കിൽ കാറ് കിട്ടാനുള്ള ലോണ് അല്ലെങ്കിൽ സാലറി കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു കമ്പനിയിലോട്ട് നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ജോബ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. നല്ല നല്ല കോഴ്സുകൾ, ഈ ഒരു വർഷം നല്ല നല്ല കോഴ്സുകൾ എടുത്തിട്ട് മാക്സിമം അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ആ ഒരു സംഭവത്തിലുള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ പോയിട്ട് 50-ൽ 50 കിട്ടണം, 100-ൽ 100 കിട്ടണം എന്ന് പ്രതീക്ഷിക്കാതെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാർക്ക് എപ്പോഴും എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു തോട്ടിൽ പഠിക്കാം. അപ്പോൾ നമ്മുടെ റെസൊല്യൂഷൻ എടുത്തതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത്. മാക്സിമം നമുക്ക് പറ്റുന്നത്ര മിനിമലൈസ് ചെയ്ത് നമ്മൾ നോക്കുക. നമ്മൾ മിനിമലൈസ് ചെയ്തു പറ്റണില്ല, എന്നിട്ടും അത് കുറച്ച് കൊണ്ടുവരാം. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.